ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലോട്ട് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ റൂമിലേക്ക് വരുന്ന സമയത്ത് രേവതിയാണെങ്കിൽ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹ വാർഷികത്തിന് പോകാനായിട്ട് അതീവ സുന്ദരിയായിട്ട് ഒരുങ്ങാൻ കേട്ടോ. സച്ചിയാണെങ്കിൽ രേവതിനെ കണ്ടിട്ട് പറയാണ്, രേവതി എന്താണെന്നറിയില്ല, ഇന്ന് നീ നല്ല സുന്ദരിയാണ്, ഓരോ ദിവസവും കഴിയും തോറും നിനക്ക് വയസ്സ് കുറഞ്ഞു വരികയാണല്ലോ രേവതി എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതിയാണെങ്കിൽ പറയാണ് സച്ചിയോട്, സച്ചേട്ടാ ഇത് വേറെ എന്തോ സച്ചേട്ടൻ മനസ്സിൽ കണ്ടിട്ട് എന്നെ സൂപ്പിക്കാൻ വേണ്ടിയിട്ട് പറയണതല്ലേ എന്ന് പറയാൻ കേട്ടോ രേവതി സച്ചിയോട്. പിന്നീടാണെങ്കിൽ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ വന്നതിന് ശേഷം ആകെ മൊത്തം ടെൻഷൻ അടിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ സച്ചി കാര്യങ്ങൾ തിരക്കണ സമയത്ത് ശ്രീകാന്താണെങ്കിൽ നടന്ന കാര്യം പറയാൻ കേട്ടോ, സച്ചേട്ടാ എനിക്ക് ആകെ മൊത്തം ടെൻഷൻ ആവുകയാണ്, വർഷം ഇനി വരില്ല എന്നാണ് തോന്നണമെന്നൊക്കെ പറയുകയാണ്. അപ്പോഴാണെങ്കിൽ സച്ചി പറയുന്നത്, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും, ഈ സച്ചിയാണ് പറയണത്, സച്ചി പറഞ്ഞതായിരിക്കും, വർഷേനെ ഞാൻ കൊണ്ടുവരും, നീ എന്തായാലും ഒരുങ്ങാൻ നോക്കുന്നൊക്കെ പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ചന്ദ്രമതിയും രവിയേട്ടനും സുധിയൊക്കെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് ഒരുങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോഴാണെങ്കിൽ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ സച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സച്ചേട്ടാ എന്തായെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചന്ദ്രമതി അവിടെ വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുകയാണ്, ശ്രീകാന്ത് എവിടെ വർഷം എവിടെയെന്ന് ചോദിക്കുകയാണ്. അവൾ വരുമോ അമ്മയെന്ന് പറയുന്ന സമയത്ത്, അതെന്താ നീ അങ്ങനെ പറയുന്നത്, നീയും അവൾ ഒരുമിച്ച് വേണ്ട പറയണം, ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി എന്നൊക്കെ പറയാൻ കേട്ടോ. അവൾ വരും അമ്മ എന്തായാലും അവിടെ പോയി ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്താണെങ്കിൽ ചന്ദ്രമതിനെ പറഞ്ഞയക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്തിട്ട് പോണേ.